നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. LDF സ്ഥാനാർത്ഥി N അരുണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് മൂവാറ്റുപുഴ നഗരത്തിൽ റോഡ് ഷോയുടെ തുടക്കം. തിങ്കളാഴ്ച വൈകിട്ട് KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും പങ്കെടുത്തു. കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മൂവാറ്റുപുഴ അസംബ്ലി മണ്ഡലത്തിൽ നിന്നും മൂവാറ്റുപുഴ മണ്ഡലം LDF സ്ഥാനാർത്ഥി N അരുണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് മൂവാറ്റുപുഴ നഗരത്തിൽ റോഡ് ഷോയോടെ തുടക്കമായി. തിങ്കളാഴ്ച വൈകിട്ട് KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്ന് തുടങ്ങിയ റോഡ് ഷോയിൽ നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും അണിനിരന്നു. സ്ഥാനാർത്ഥിയുടെ ചിത്രവും ചുവന്ന ബലൂണുകളും ചെങ്കൊടികളുമായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഉജ്ജ്വല പ്രകടനമായി മാറി റോഡ് ഷോ. പാതയോരങ്ങളിൽ കാത്തുനിന്നവർ ഹാരമണിയിച്ചും പൊന്നാടി അണിയിച്ചും N അരുണിനെ സ്വീകരിച്ച് വിജയമാശംസിച്ചു. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, കച്ചേരിത്താഴം, നെഹ്റു പാർക്ക് എന്നിവിടങ്ങൾ ചുറ്റി ചാലിക്കടവ് ജംഗ്ഷനിൽ സമാപിച്ചു. അഴിമതിയുണ്ടായ സോണിയാഗാന്ധിയുടെ പ്രിയപുത്രൻ അഴിമതിയിൽ മാറ്റി കൊള്ളാമെന്ന പാർട്ടി നമുക്കുണ്ട്. വികസനങ്ങൾ ഇനിയും മുന്നോട്ടെടുക്കുവാൻ വേണ്ടി തുടർന്ന് നടന്ന യോഗത്തിൽ ബാബു പോൾ അധ്യക്ഷത വഹിച്ചു. ഈ ഗവൺമെന്റിന്റെ തുടർച്ച മലയാളക്കരയാകെ ആശിക്കുമ്പോൾ മൂവാറ്റുപുഴ ഇക്കുറി ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ വികസന നയത്തോട്, വികസന മുന്നേറ്റത്തോട് 100% ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേറും എന്നുള്ളതാണ് ഇടത് മുന്നണിക്ക്, ഇടത് പ്രസ്ഥാനത്തിന് ഇന്നാട്ടിലെ ജനങ്ങളാകെ നൽകിയ സ്നേഹ വായ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിലെ നിസ്വജനവിഭാഗം അവന്റെ ജീവിതം സംരക്ഷിക്കുവാൻ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഇടത് പ്രസ്ഥാനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്ന ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള വികസന പദ്ധതികൾ ഓരോന്നും അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ മേനി നടിക്കുന്ന ആ UDFകാരോട്, ആ UDFന്റെ നേതാവിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അതിൽ ഒരു പദ്ധതി പോലും ഇപ്പോഴത്തെ മൂവാറ്റുപുഴ MLAക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. അതുൾപ്പെടെ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് MLAയെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കും. അത്തരത്തിൽ ഒരു വർത്തമാനം ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ടോ എന്ന് പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും പറഞ്ഞു പോവുകയാണ്. കാരണം നുണയുടെ ഒരു മാലകൾ തന്നെ തീർത്തുകൊണ്ട്, എല്ലാം മായ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, മൂവാറ്റുപുഴയിൽ നുണകൾ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ട് സർവം മായയാക്കി മാറ്റിയിരിക്കുകയാണ്. ആ മായയിൽ നിന്നും സത്യത്തെ പുറത്തു കൊണ്ടുവരുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് സാധിക്കും. LDF നേതാക്കളായ ഗോപി കോട്ടമുറിക്കൽ, എൽദോ എബ്രഹാം, അനീഷ് M. മാത്യു, MA സഹീർ, CK സോമൻ, സജി ജോർജ്, KA നവാസ്, EK സുരേഷ്, വിൽസൺ ഇല്ലിക്കൽ, ജോർജ് വെട്ടിക്കുടി തുടങ്ങിയവർ റോഡ് ഷോയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ.